നമസ്കാരം. വളരെ ചെറിയ കുട്ടികൾ തന്നെ മൊബൈൽ ഫോൺ വളരെ സ്കിൽഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ? അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് പലരും. പക്ഷെ അങ്ങനെ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ അഡിക്ഷനിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ അവരെ അതിൽ നിന്ന് എങ്ങനെ മാറ്റാം എന്നോർത്ത് അങ്കലാപ്പോടുകൂടി ഓടി നടക്കുന്ന രക്ഷകർത്താക്കളെയും കാണേണ്ടി വരാറുണ്ട്. അടുത്ത സമയത്തായിട്ട് മൊബൈൽ ഫോൺ ഡി അഡിക്ഷൻ എന്ന രീതിയിൽ തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കോവിഡാനന്തര കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കേണ്ടി വന്ന പഠന ആവശ്യങ്ങൾക്കും മറ്റുമായി കുട്ടികളുടെ കയ്യിലേക്ക് അത് എത്തിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ കുട്ടികൾ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് പഠിക്കുന്നത് എന്നിരിക്കെ അവരവരുടെ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടുകളെ മറന്നിട്ട് മൊബൈലിൽ കാണുന്ന ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ അവരുടെ സ്വഭാവത്തിൽ ചുറ്റുമുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ, മാതാപിതാക്കളോട് പെരുമാറുന്ന രീതികൾ, കൂട്ടുകാരോട് പെരുമാറാനുള്ള രീതികളൊക്കെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിലേക്ക് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടും ആൺകുട്ടികൾ ഗെയിമിങ്ങിലേക്ക് പോവുകയും ഗെയിം അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തുകയും അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ പണം ആവശ്യമായി വരുമ്പോൾ അത് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീടിനുള്ളിൽ തന്നെ ചെയ്യുകയും പാരന്റ്സിന്റെ ഫോൺ ഉപയോഗിച്ചിട്ട് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മൊബൈൽ ഗെയിമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കൂടുതലും ഗെയിം അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ആ ഒരു രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ എത്താറുണ്ട്. ഇനി വേറൊരു വലിയൊരു പ്രത്യാഘാതമുള്ളത് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോഴാണ്. അത് ഉപയോഗിക്കാനുള്ള മെച്യൂരിറ്റി അവർക്ക് ആയിട്ടില്ല. അവരിൽ വന്നിരിക്കുന്ന ആളുകൾ, അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഏത് രീതിയിലുള്ളവരാണ് എന്നൊന്നും ഇവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അപരിചിതരായിട്ടുള്ളവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ളവർ നമ്മളോട് ഒരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരോട് എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറയാതിരിക്കണം എന്നൊക്കെ ഉള്ളതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള കെണികളിലേക്ക് കുട്ടികൾ പെട്ടുപോകാറുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇൻസ്റ്റഗ്രാം വഴിയുള്ള പ്രണയങ്ങളിൽ എത്തുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയുള്ള പ്രണയത്തിലേക്ക് എത്തുക, ഷെയർ ചാറ്റുകളിലേക്ക് പോവുക, മോശപ്പെട്ട രീതിയിലുള്ള ചാറ്റുകളിലേക്ക് പോവുക എന്നൊക്കെ ഉള്ളത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇവർ എത്തിക്കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ നല്ല നിയന്ത്രണം ഈ ഒരു കാര്യത്തിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അവർ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടു പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ, അതുപോലെ അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ, ഈവൻ അധ്യാപകരോട് പോലും പലപ്പോഴും സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ കുട്ടികൾ വളരെ അലസരായിട്ട് അവർ ഒരു ശ്രദ്ധയും ഇല്ലാതൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. കാരണം അവർക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ കുറച്ച് കൂടുതൽ നേരം ഫോക്കസ് ചെയ്തിരിക്കാനോ സംസാരിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ ഒരു മൊബൈൽ അഡിക്ഷൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം അവരത് ഉപയോഗിക്കുന്നതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലും നല്ലത് അത് സുരക്ഷിതമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. വിനോദവും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്ന പരിപാടികളിലേക്ക് അവരെ മാറ്റുക, കായികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ മാറ്റുക, ഇൻഡോർ ഗെയിംസുകളിലേക്ക് അവരെ കൊണ്ടുപോവുക, വായനയിലേക്ക് അവരെ കൊണ്ടുപോവുക, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ സഹായം കൊടുക്കുക. ഇനി ഏതെങ്കിലും രീതിയിലുള്ള പഠന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു തെറാപ്പികൾ എടുക്കുക. ഇനി ഏതെങ്കിലും രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനും കൃത്യമായിട്ടുള്ള തെറാപ്പികൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കുട്ടികളെ സഹായിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നല്ലൊരു ബാല്യം കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടത് ഈ രീതിയിലുള്ള അഡിക്ഷനിലേക്ക്, ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നതിനേക്കാട്ടിലേറെ തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഒരുപാട് രാസമാറ്റങ്ങൾ ബ്രെയിനിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ധാരണ ഉണ്ടാവണം. കുട്ടികൾ ഫോൺ അധികമായി ഉപയോഗിച്ചാൽ അവരുടെ ബുദ്ധിശക്തിക്കും അതുപോലെ തന്നെ സ്വഭാവത്തിനും മാനസികാരോഗ്യത്തിനും ഒക്കെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.